ഈ കമ്മ്യൂണിസത്തിൻ്റെ ഒരു തുടക്കം, അത് കഴിഞ്ഞ് വസന്തത്തിൻ്റെ ഇടിമുഴക്കം എന്ന് പറഞ്ഞ നക്സൽ വാരി, ഇതൊക്കെ വന്നു. കമ്മ്യൂണിസം ഇപ്പോൾ കേരളത്തിൽ എന്നുള്ളൊരു ഭരണത്തിൽ, ഇപ്പോൾ കേരളത്തിൽ മാത്രമേ ഉള്ളൂ. പിന്നെ മൊത്തത്തിൽ ഇന്ത്യയിൽ അങ്ങനെയൊരു അതായത് തീവ്ര കമ്മ്യൂണിസവും തകരുന്നു, ജനാധിപത്യമായിട്ട് പോകുന്നെന്ന് പറയുന്ന കമ്മ്യൂണിസവും തകരുന്നു. എന്തുകൊണ്ടായിരിക്കും ഇത്? അത് വാസ്തവം പറഞ്ഞാൽ മുതലാളിത്തത്തിൻ്റെ ഒരു വിജയമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലൂടെ സ്വർഗരാജ്യം കിട്ടും എന്നൊക്കെ മോഹിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. പക്ഷേ അവരാരും അന്ന് ലെനിൻ, സ്റ്റാലിൻ ഇവരുടെ ഒന്നും പ്രവൃത്തികളോ സംഗതികളോ ഒന്നും മനസ്സിലാക്കിയിരുന്നില്ല. അപ്പോൾ ഇത് റഷ്യയിൽ പോയി ബോധ്യപ്പെട്ട് തുറന്നു പറഞ്ഞ ആൾക്കാരുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ. അതിലൊരാളാണ് കാന്തലോട്ട് കുഞ്ഞമ്പു. കാന്തലോട്ട് കുഞ്ഞമ്പു, എൻ ഇ ബാലറാം, സി ഉണ്ണിരാജ ഇവരൊക്കെ കൂടെ സോവിയറ്റ് യൂണിയനിൽ പോയി. അവിടെ പല സ്ഥലത്തും പിച്ചക്കാരെയൊക്കെ കാണാൻ നിരന്നിരിക്കുന്നു. അപ്പോൾ കാന്തലോട്ട് കുഞ്ഞമ്പ് പറഞ്ഞു, എടൂ ഇവിടെ ഇതൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് മിണ്ടാതെ സഖാവേ, അവർ പറയുന്നിടത്ത് മാത്രം സഖാവ് നോക്കിയാൽ മതി, വേണ്ടാത്തടത്ത് നോക്കണ്ട, ഇങ്ങനെയൊക്കെ പറഞ്ഞു. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ കാന്തലോട്ട് കുഞ്ഞമ്പ് പറഞ്ഞു, എനിക്ക് ഈ കാഴ്ച ഞാൻ പോവാം, എനിക്ക് തിരിച്ചു പോകണം. ട്രിപ്പ് കംപ്ലീറ്റ് ആക്കാതെ ഇടയ്ക്ക് വെച്ച് കാന്തലോട്ട് കുഞ്ഞമ്പ് തിരിച്ചു വന്നു. എന്നിട്ട് ഇവിടെ വന്ന് നാട്ടുകാരോട് പറഞ്ഞു, ഇങ്ങനെയൊക്കെയാണ് സോവിയറ്റ് യൂണിയൻ, വെറുതെ ഇവർ പറഞ്ഞുകൊണ്ട് നടക്കും സോവിയറ്റ് യൂണിയൻ സ്വർഗരാജ്യമാണെന്ന് പറഞ്ഞു. മിണ്ടല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കേട്ടില്ല. അങ്ങേർക്കും കുറേ പ്രായമൊക്കെ, ഇനി എന്ത് വന്നാലും വരട്ടെ എന്ന് വിചാരിച്ചു. INA ഒറ്റ കൊടുത്തത് ഞങ്ങളാണെന്ന് പുള്ളി തുറന്ന് സമ്മതിച്ചു. യഥാർത്ഥ കമ്മ്യൂണിസത്തിൻ്റെ മുഖം കാണിച്ചു കൊടുത്തത് ഈ കാന്തലോട്ട് കുഞ്ഞമ്പുമാരാണ്. ഇദ്ദേഹം മാത്രമല്ല, ഒരുപാട് പേര് ഇത് എഴുതുകയും പറയുകയൊക്കെ ചെയ്തു. പിന്നീട് സോവിയറ്റ് യൂണിയൻ തകർന്നു കഴിഞ്ഞപ്പോൾ ഇതെല്ലാം പുറത്തു വന്നു, എല്ലാവർക്കും കാണത്തക്ക രീതിയിൽ. അപ്പോൾ അങ്ങനെ അന്ന് തന്നെ തകർന്നു പോയതാണ് ഈ കമ്മ്യൂണിസം എന്നുള്ളത്. കമ്മ്യൂണിസം ആസ് എ തിയറി ഇംപ്രാക്ടിക്കലാണ്. ഇത് ഗുരുജി ഗോൾവൾക്കർ പറഞ്ഞിരുന്നു. അത് തിയററ്റിക്കലി, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കൃത്യം ഞാൻ ഓർക്കുന്നില്ല, തിയററ്റിക്കലി ഫൂളിഷ് ആൻഡ് പ്രാക്ടിക്കലി ക്രൂഡ്, അതോ റൂഡെന്നോ മറ്റോ പറഞ്ഞിരുന്നു. ബട്ട് സ്റ്റിൽ അദ്ദേഹം പറഞ്ഞു, ഒരു സാമ്പത്തിക സിദ്ധാന്തം എന്നുള്ള നിലയ്ക്ക് വേണമെങ്കിൽ ഭാരതത്തിൽ നമുക്കിത് പരിശോധിക്കാം. അതാണ് ഗോൾവൾക്കറുടെ ആത്മവിശ്വാസം. വേണമെങ്കിലൊന്ന് ട്രൈ ചെയ്ത് നോക്ക്, ഇത് സക്സസ്ഫുൾ ആവില്ല, ബട്ട് ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും അത് ശരി ചെയ്തോ, ഒന്ന് ചെയ്ത് നോക്ക്, ഇത് പറഞ്ഞു ഗുരുജി. സോ തലയ്ക്കുള്ളിൽ എന്തെങ്കിലും ആൾതാമസമുള്ളവർക്ക് ഈ സാധനം ടെനബിൾ അല്ല എന്ന് എല്ലാവർക്കും അറിയാം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ആൾക്കാർക്കും അറിയാം. ബട്ട് ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് അത് ഇപ്പോഴും നിലനിൽക്കുന്നു. എന്നോട് RSSൻ്റെ ദക്ഷിണ ക്ഷത്രിയ പ്രചാരകനായിരുന്ന N. കൃഷ്ണപ്പാജി എന്നോട് പറഞ്ഞു, കമ്മ്യൂണിസം ഈസ് ഡെഡ്, ലെറ്റ് us give it a decent burial. Now there is a party by name Communist Party in Kerala which is troubling you. ഇതല്ലേ മോഹൻദാസിൻ്റെ പ്രശ്നം? കമ്മ്യൂണിസം അല്ല മോഹൻദാസിൻ്റെ പ്രശ്നം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പേരുള്ളൊരു പാർട്ടി നിങ്ങളെ തല്ലുന്നു, കൊല്ലുന്നു, ഉപദ്രവിക്കുന്നു, ആ കൂടെ ശ്വാസം മുട്ടിക്കുന്നു. ഇതാണ് നിങ്ങളുടെ പ്രശ്നം. കമ്മ്യൂണിസം നിങ്ങളുടെ പ്രശ്നമല്ല, അത് മരിച്ചു. അതിനെ മാന്യമായിട്ട് നമുക്ക് കുഴിച്ചിടാം. ഈ സാധനം വേറെയാണ്, അതിന് നമുക്ക് വേറെ മാർഗം കണ്ടുപിടിക്കും. സോ ദിസ് ഈസ്, അതുകൊണ്ടാണ് ഇവർക്ക് ഈ നക്സലൈറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒറിജിനൽ വെർഷൻ ISIS വരുമ്പോൾ മുസ്ലിം ലീഗിനുണ്ടാകുന്ന ഒരു പേടി, അതാണ് പിണറായി വിജയന് മാവോയിസ്റ്റുകളോടുള്ള പേടി. ബേസിക് ഗ്രന്ഥം ഒന്നാണ്, മറ്റവൻ നേടിക്കൊണ്ട് പോയെങ്കിലോ എന്നുള്ള പേടി.